ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു അടിപൊളി മട്ടൻ ദം ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഒരു തലശ്ശേരി സ്റ്റൈൽ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഒരു കപ്പ് ബസ്മതി റൈസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂറാണ് കുതിർത്ത് വെക്കുന്നത്. നിങ്ങൾ സാധാ ബിരിയാണി റൈസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു മട്ടൻ മസാല റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് ഏത് മട്ടൻ്റെ വിഭവത്തിലേക്കും എടുക്കാൻ പറ്റുന്നൊരു മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 8 ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സാദാ ഏലക്കായും ഒരു കറുത്ത ഏലക്കായും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇതിൽ അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു 3 പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവിലും നിങ്ങൾക്ക് മാറ്റം വരുത്താം. അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ഏകദേശം 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള മട്ടൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാല ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള കാശ്മീർ ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയും അതേപോലെ തന്നെ ഉണക്കമുളകും കയ്യിലുണ്ടെങ്കിൽ ഈ വറുക്കുന്ന സമയത്ത് തന്നെ അതിലിട്ട് ഇനി ഇതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇനി ഇതെല്ലാം ഫൈനായിട്ടുള്ള പൗഡർ ആക്കിയിട്ട് നമുക്ക് മട്ടൻ മസാല റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്കുള്ള സവാള വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഇത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ഓയിൽ മതിയെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഏകദേശം 3 വലിയ സൈസിലുള്ള സവാള ഇതാ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇതിനി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടിടുന്നത് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനിത് നല്ല ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്തിടുന്ന സവാള മുഴുവനും നമുക്കൊന്ന് പരത്തിയിട്ടിടണം. എല്ലാം ഒന്ന് വേറിട്ട രീതിയിൽ വരുന്ന രീതിയിലാക്കിയിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കണം. ഇനി നമുക്ക് മട്ടൻ ഒന്ന് മസാല തേച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സൈസിലാണ് ഞാൻ മട്ടൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടി മാത്രമാണെങ്കിൽ അതൊരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണോ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ അളവിൽ മട്ടൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മട്ടൻ മസാലയാണ്. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് മല്ലിയും പുതിനയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതുപോലെ പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മട്ടനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഇത് എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇതേപോലെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതും ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മട്ടൻ്റെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ മാത്രമല്ല ഇതിൻ്റെ വേവിൻ്റെ അളവ്, അതായത് ഓരോ മട്ടനും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മട്ടന് അതിനനുസരിച്ചാവും അതിൻ്റെ വേവ് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ നമ്മുടെ മട്ടനൊക്കെ ഒരു 5 വിസിലുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പൈസസ് ആണ്. ഞാനിതിലേക്ക് 2 പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആ റൈസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ അരി ഈ നെയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വല്ലാണ്ട് ഇതാവണമെന്നില്ല. ഈ നെയ്യിലിട്ടൊന്ന് കുറച്ചൊന്ന് ചൂടാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആ ഉപ്പ് മുന്തി നിൽക്കുന്ന രീതിയിലാവണം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നേണ്ട വെള്ളത്തിൽ ഉപ്പ് മുന്തി നിൽക്കുന്ന രീതിയിൽ. ഇനി ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ അതാ റൈസൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി വറ്റി വരാനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയത്. ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ റൈസൊക്കെ ഏകദേശം ഒരു 90% വരെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിലിടാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഫ്രൈ പാന് താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇത് മസാലയും റൈസും കൂടി വെക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആദ്യം ഞാൻ മസാല ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. റൈസൊക്കെ മുഴുവനായി ചേർത്ത ശേഷം ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിന് മുകളിൽ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനേൻ്റെ ഇലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തലശ്ശേരി മട്ടൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.